നമസ്കാരം. ആഭ്യന്തരമന്ത്രിയുടെ വേട്ടയ്ക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. സത്യമാണ്. മയക്കുമരുന്ന് മാഫിയയുടെ വേരിറക്കാൻ ഓപ്പറേഷൻ തൂഫാൻ. വിട്ടുവീഴ്ചയില്ലാത്ത ആഭ്യന്തരമന്ത്രിക്ക് കേന്ദ്ര ഏജൻസികളുടെ പിന്തുണ. ലഹരി വേട്ട എന്ന് പറയപ്പെടുന്ന വലിയ വിജയത്തിലേക്ക് എത്തപ്പെടുന്നു. 15 ദിവസത്തിനിടെ പിടികൂടിയത് 10 കോടിയുടെ ലഹരി മരുന്ന്. കാരവാനുകളും ഡി ജെ പാർട്ടികളും ഇനി അന്വേഷണ സംഘത്തിന്റെ റഡാറിലേക്ക് എത്തപ്പെടുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ അടിവേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്ക് ഹണ്ട്, വലിയ വിജയത്തിലേക്ക് എത്തുന്നു. പദ്ധതി ആരംഭിച്ച് വെറും 15 ദിവസം പിന്നിടുമ്പോൾ തന്നെ 10 കോടിയിലധികം രൂപ വിലമതിക്കുന്ന നിരോധിത ലഹരി വസ്തുക്കളാണ് സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുള്ള കർശന പരിശോധനകളിൽ നിന്ന് പിടികൂടിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും കേന്ദ്ര ഏജൻസികളുടെ പ്രതിനിധികളുമായിട്ടും ഒക്കെ നടത്തിയ പ്രത്യേക അവലോകന യോഗത്തിന് ശേഷമാണ് ഓപ്പറേഷൻ ഇതുവരെയുള്ള പുരോഗതിയും ഭാവി പദ്ധതികളുമൊക്കെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഇതുവരെ 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും 2778 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിടിയിലായവരിൽ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രധാന ലഹരി കണ്ണിയായിട്ടുള്ള നൈജീരിയൻ സ്വദേശിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പന്തളം പോലീസിനെ മന്ത്രി പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. പരിശോധനകളിൽ 1.58 കിലോഗ്രാം MDMA, 146.45 കിലോഗ്രാം കഞ്ചാവ്, 46 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പ്രധാനമായിട്ടും പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമായതോടെ ലഹരി മാഫിയകൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പോലീസിന്റെ പിടിവീഴാതിരിക്കുവാൻ അടുത്ത 2 ആഴ്ചത്തേക്ക് ലഹരി വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു തന്ത്രം പോലും ലഹരി മാഫിയകൾ ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പിൽ ലഭിച്ച വിവരം. എന്നാൽ ഇതുകൊണ്ടൊന്നും പരിശോധനകൾ അവസാനിക്കില്ല എന്നും ലഹരി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും വരെ ഈ തുടർച്ചയായിട്ടുള്ള പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ മന്ത്രി തന്നെ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ലഹരി വസ്തുക്കൾ പ്രധാനമായിട്ടും അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉറവിടം എവിടെയെന്ന് വ്യക്തമാക്കുന്ന ഏകദേശ രൂപം അത് പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായിട്ട് കേരള DGP ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി അപ്പോൾ ഈ ഓപ്പറേഷൻ കൂടുതൽ വിപുലീകരിക്കുവാനും ശക്തമാക്കുവാനും യോഗത്തിൽ തീരുമാനമായിരിക്കും. ഇതിനായിട്ട് പ്രത്യേക പാക്കേജ് തയ്യാറാക്കും. പ്രവർത്തനങ്ങൾ കൂടുതൽ ശാസ്ത്രീയവും ആധുനികവുമാക്കുന്നതിനായിട്ട് IG പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ മൾട്ടി ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് പ്രോജക്ട് തയ്യാറാക്കും. കൂടാതെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ പദ്ധതി അടക്കം ഇനി തൂഫാന്റെ ഭാഗമായിട്ട് സംയുക്തമായിട്ട് പ്രവർത്തിക്കും. കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്കായിട്ട് പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ സേവനം വിപുലമായിട്ട് ഉപയോഗപ്പെടുത്തും. നിലവിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പ്രത്യേക പരിശീലനം ലഭിച്ച ബ്ലാക്കി എന്ന സ്നിഫർ നായയുടെ സഹായത്തോടു കൂടി ലഹരി വസ്തുക്കൾ കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് നായകൾക്ക് നാർക്കോട്ടിക്സ് കണ്ടെത്തുവാനുള്ള പ്രത്യേക പരിശീലനം നൽകും. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള ആ പരിശോധന കർശനമാക്കാൻ പോകുന്നു. ഇതുകൂടാതെ സംസ്ഥാനത്ത് 4 എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംയുക്ത പരിശോധനകൾക്കായിട്ട് പ്രത്യേക യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ തൂഫാനെ 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. 1-ാം ഘട്ടമായിട്ടുള്ള തൂഫാൻ സ്ട്രൈക്സ് വഴി ലഹരി വിൽപ്പനക്കാരെയും മാഫിയകളെയും നേരിട്ട് പിടികൂടി നശിപ്പിക്കും. 2-ാം ഘട്ടമായിട്ടുള്ള തൂഫാൻ വാരിയേഴ്സ് വഴി സമൂഹത്തെ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി വിപുലമായിട്ടുള്ള ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തും. 3-ാം ഘട്ടമായിട്ടുള്ള തൂഫാൻ കെയർ വഴി ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ടുള്ള പുനരധിവാസം, റീഹാബിലിറ്റേഷൻ ഉറപ്പാക്കുമെന്നുള്ളതാണ്. ഈ മാസം 26-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വിപുലമായിട്ടുള്ള ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. കുറെ കാലമായിട്ട് മയക്കുമരുന്നിനെതിരെ സജീവമായ രംഗത്തുള്ള സിനിമാ നടൻ മോഹൻലാൽ ഈ ക്യാമ്പയിന്റെ മുഖമായിട്ട് മാറും. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ തൂഫാൻ വാരിയറായി ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ സിനിമാ പ്രവർത്തകർ ഈ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ശക്തമായിട്ട് നിരീക്ഷിക്കുമെന്നും സംശയം തോന്നിയാൽ ഏത് കാരാവാനും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, DJ പാർട്ടികൾ, ബോട്ടുകൾ എന്നിവിടങ്ങളിലും പരിശോധനകളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാനും ദുർബലപ്പെടുത്തുവാനും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മന്ത്രി ആരോപിക്കുന്നുണ്ട്. ലഹരി കേസിലെ പ്രതികൾ ആരും തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങളല്ല, അല്ലെങ്കിൽ അങ്ങനെ ബന്ധമുള്ള ഒരാളെ പോലും സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും വിവാദങ്ങളിൽ പറയുന്ന നഹാസ് എന്ന വ്യക്തി തന്റെ സ്റ്റാഫിൽ ഇല്ല എന്നും അദ്ദേഹത്തെ എടുക്കാൻ ആരും തന്നെ ആവശ്യപ്പെട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. തൂഫാനിൽ ആരും രാഷ്ട്രീയം കാണരുത് എന്നും ഇത്തരം കുപ്രചരണങ്ങൾ കൊണ്ട് ലഹരി വിരുദ്ധ പോരാട്ടം അത് ദുർബലപ്പെടാനാവില്ല, അല്ലെങ്കിൽ ദുർബലപ്പെടില്ല എന്ന് കൂടി മന്ത്രി കൂട്ടിപ്പറയുന്നുണ്ട്. ഇനിയുമുണ്ട്. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ ഗൺമാൻമാർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നും ഒക്കെ മന്ത്രി വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകുകയാണ്. സത്യത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ വേരിറക്കാൻ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവരുമ്പോൾ
അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ലക്ഷ്യവുമോ പ്രതീക്ഷയോ ഇല്ലായിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത ആഭ്യന്തരമന്ത്രിക്ക് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണ കൂടി കിട്ടിയിരിക്കുന്നു. ഇനി മറ്റൊന്ന് ലഹരി വേട്ട എന്ന് പറയപ്പെടുന്ന വലിയ വിജയത്തിലേക്ക്, വലിയ കുതിപ്പിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും മാഫിയകളുടെ തലവെട്ടി തുള്ളട്ടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അതിനു വേണ്ടിയിട്ട് ഒരു ബിഗ് സല്യൂട്ട്.